ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ടയുടെ യൂണിക്കോൺ വണ്ടി വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ സിലിണ്ടർ ഹെഡ് കംപ്ലൈൻ്റ് ആയിട്ട് നല്ല രീതിയിൽ ഓയിൽ കയറി കത്തുണ്ടായിരുന്നു, പുകയായിരുന്നു. അതാണ് മെയിനായിട്ട് എൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നത്. അപ്പോൾ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റിയാണ് പാർട്സുകളുടെയൊക്കെ ഒരു ഡീറ്റെയിൽസ് ഉണ്ടോ. അപ്പോൾ നിലവിൽ നമുക്ക് അതിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട് മാറ്റിയെന്ന് പറഞ്ഞ സിലിണ്ടർ പിസ്റ്റണാണ് നമ്മൾ മാറ്റിയിട്ടാണ്. ഇത് പുതിയ കിറ്റാണ്. സിലിണ്ടറൊക്കെ അത്യാവശ്യം നല്ല രീതിയിലാണ് സ്ക്രാച്ച് വന്ന് പിസ്റ്റണൊക്കെ അതിൻ്റെ സിലിണ്ടറിൻ്റെ ഉള്ളിൽ പിടിച്ചിട്ടുള്ള അവസ്ഥയിലായിരുന്നു. അപ്പോൾ സിലിണ്ടർ പിസ്റ്റൺ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഹെഡിനകത്ത് തന്നെ വാൽവ് കിറ്റായിട്ട് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഗൈഡ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ഗൈഡ് ഇതേപോലെ പൊട്ടിയാണ് ഇരുന്നായിരുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. ക്യാം ഷാഫ്റ്റിൻ്റെ ബെയറിങ്ങുകൾ, അതുപോലെ എയർ ഫിൽറ്ററും കാർബറേറ്റർ കഴിച്ച് ക്ലീൻ ചെയ്ത് എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്ത് ആ ഭാഗം അത്രയും ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. സൈലൻസർ ക്ലീൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ചൂടാവുമ്പോൾ സൈലൻസറിൻ്റെ ആ തകിട് മെറ്റൽ ചൂടാവുന്ന സമയത്ത് സൈലൻസറിൽ കിടക്കണ ഓയിൽ കത്തിപ്പോവും. അത് നല്ല രീതിയിൽ പുകയുണ്ടാവും. നമ്മൾ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ നല്ല രീതിയിൽ പുകയുണ്ടാവും. അത് കുറച്ച് ദിവസം കഴിയാണ്ട് അത് കംപ്ലൈൻറ്റ് മാറില്ല. കാരണം ആ ഓയിൽ കത്തിപ്പോവാതെ കൊണ്ട് ആ പുകയുടെ പ്രോബ്ലം സോൾവ് ആവില്ല. നേരെ മറിച്ച് എഞ്ചിനിൽ നിന്ന് വന്നതിൽ എഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് പുക പ്രശ്നങ്ങളൊന്നുമില്ല. അത് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈലൻസറിനെ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ കംപ്ലൈൻറ്റ് തീർന്നോളൂ കേട്ടോ. പിന്നെ അത് കൂടാണ്ട് നമുക്ക് പറഞ്ഞാൽ 1-2 വർക്കുകളുണ്ടായിരുന്നു. ബാക്കിലത്തെ റിയർ കൗൾസെറ്റ് പുതിയതാണ്. ഈ സെൻട്രലിലെ പീസ് പുതിയതാണ്. ഇൻഡിക്കേറ്ററുകളൊക്കെ പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ലായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ചോക്ക്, കാർബറേറ്ററിലേക്ക് തന്നെ ചോക്ക് വർക്കിംഗ് കറക്റ്റ് അല്ലായിരുന്നു. അത് ഈ സ്വിച്ചിൻ്റെ ആയിരുന്നു പ്രശ്നം. സ്വിച്ചിൻ്റെ ഇവിടുത്തെ അതായത് ഈ ചോക്ക് കേബിൾ പിടിപ്പിക്കുന്ന ഭാഗം അടന്നു പോയിട്ട് ചോക്ക് കൊടുത്താലും ചോക്ക് ആവാത്തൊരു കണ്ടീഷനിലായിരുന്നു. അപ്പോൾ നമ്മളെ സ്വിച്ച് അസംബ്ലി അടക്കം മാറ്റി അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. സ്റ്റോക്കിൻ്റെ സ്റ്റാർട്ടർ അടക്കം മാറ്റി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പൊല്യൂഷൻ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. പൊല്യൂഷൻ ടെസ്റ്റൊക്കെ പാസ്സാണ്. വേറെ അതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളും ഓക്കെയാണ്. നമ്മൾ തുടർന്ന് അങ്ങോട്ടേക്ക് ചെയ്യേണ്ട കേസ് ഇപ്പോൾ നമുക്ക് നിലവിൽ ഈ വണ്ടിക്ക് സിലിണ്ടർ പ്രശ്നമൊക്കെ ഡാമേജ് പറഞ്ഞാൽ കുറേയൊക്കെ നമ്മളുടെ ഭാഗത്തു നിന്നാണ് ശ്രദ്ധക്കുറവും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം നമുക്ക് 52,000 കിലോമീറ്ററാണ്, 52,500 കിലോമീറ്ററാണ് ഇപ്പോൾ വണ്ടി ഓടിയേക്കുന്നത്. അടുത്ത 3,000 കിലോമീറ്റർ, അതായത് 58,500 നമ്മൾ നിർബന്ധമായിട്ട് ഓയിൽ മാറണം. 3,000 കിലോമീറ്ററിൽ കൂടുതൽ ഒരു കാരണവശാലും ഓയിൽ മാറ്റാതെ കൊണ്ട് ഓടിക്കരുത്. കാരണം എന്ന് വെച്ചാൽ വണ്ടി മേജറായിട്ടുള്ള കംപ്ലയിൻറ്റിലേക്ക് വന്നതിൻ്റെ ഒരു റീസൺ അതാണ്. ഒറ്റയടിക്കല്ല, പല പ്രാവശ്യം ആകുമ്പോഴാണ് ആ കംപ്ലയിൻറ്റ് ജനറേറ്റ് ചെയ്യുക. ഇപ്പം നമ്മുടെ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗമൊക്കെ ക്ലിയർ ചെയ്തു എന്നുണ്ടെങ്കിലും സാധാരണ രീതിയിൽ നമുക്കൊരു 30,000 കിലോമീറ്ററൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗം അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വന്ന കരിയൊക്കെ ക്ലീൻ ചെയ്ത് കളയേണ്ടതുണ്ട്. അത് കോമൺ ആയിട്ട് പറഞ്ഞാൽ ആരും ചെയ്യാറില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം ഒരു 3,000-3,500 രൂപ നമുക്ക് കോസ്റ്റ് തന്നെയാണ്. അങ്ങനെ കറക്റ്റ് ചെയ്തു പോകുന്ന വണ്ടികളിൽ ഈ പറഞ്ഞ കംപ്ലയിൻ്റ് ഒന്നും വരില്ല. കാരണം നമ്മളത് അഴിക്കണ സമയത്ത് അതിൻ്റെ തേമാന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സിലിണ്ടറിൻ്റെ പിസ്റ്റൺ റിങ്ങൊക്കെ മാറ്റി നമ്മൾ അപ്പം തന്നെ ക്ലിയർ ചെയ്ത് വിടും. ഇപ്പം ചെയ്താലും നമുക്ക് റിപ്പീറ്റ് 30,000 കിലോമീറ്റർ കഴിഞ്ഞാൽ അത് ഹെഡ് അഴിച്ച് ഡീകാർബണൈസിങ് ചെയ്യാമെന്ന് പറയാം. കരി കുത്തിക്കളയാം. അതാണ് ശരിക്കും ചെയ്യേണ്ടത്. അത് ചെയ്യാത്ത വണ്ടികളിലാണ് കുറേ കഴിയുമ്പോഴത്തേക്കും പ്രോബ്ലംസൊക്കെ മെയിനായിട്ട് വരാം. പിന്നെ പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യുക. എയർ ഫിൽറ്റർ പ്ലഗ് 10,000 കിലോമീറ്ററിൽ ചേഞ്ച് ചെയ്യുക. എഞ്ചിൻ ഓയിൽ മസ്റ്റായിട്ട് 3,000 കിലോമീറ്റർ ചേഞ്ച് ചെയ്യുക. ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത് കേട്ടോ. അത് കൃത്യമായിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1 ഇയർ വാറണ്ടി നമുക്ക് ഉണ്ട്. അത് കറക്റ്റ് ആയിരിക്കണം. അതായത് ഓയിൽ ചേഞ്ചൊക്കെ കൃത്യമായിരിക്കണം. ജനറലായിട്ടുള്ള തന്നെ ചെക്കപ്പുകൾ കറക്റ്റ് ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 വർഷം നമുക്ക് വാറണ്ടി കിട്ടും. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് കിട്ടുള്ളൂ കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മൾ മെയിൻ്റനൻസ് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വണ്ടി ഉറപ്പായിട്ടും കംപ്ലയിൻറ്റിലേക്ക് പോകും. പെട്ടെന്നായിരിക്കണമെന്നില്ല, പതുക്കെ വരുള്ളൂ. പക്ഷേ എങ്കിൽ കൂടി വാറണ്ടി പീരീഡിൽ നിൽക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമാണ് നമുക്കത് വാറണ്ടി ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് വാട്ടർ സർവീസ് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പോളിഷിങ്ങിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കത് വാട്ടർ സർവീസ് കഴിഞ്ഞതിന് ശേഷം എത്രത്തോളം അത് ചെയ്താൽ ഗുണകരമാവുമെന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് വേണം നമുക്കത് വേണ്ടതെന്നുള്ള ദിവസം ചെയ്യാനായിട്ട്. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ബില്ല് കാര്യങ്ങളൊക്കെ ഓഫീസിൽ നിന്ന് വിളിച്ചോളും. ഓക്കെ, വൈകുന്നേരത്തേക്ക് എടുക്കാവുന്ന രീതിയിലാണ് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇൻഫോം ചെയ്തോളൂ.